ഹായ്, ഞാനിന്ന് വന്നത് ഞങ്ങൾ ഇവിടെ നെയ്ച്ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും പറയരുത് നെയ്ച്ചോറ് വെക്കാൻ അറിയില്ല എന്ന്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഗീ ഇടേണ്ടവർക്ക് ഗീ ഇടാം കേട്ടോ. ഞാനിതിൽ കുറച്ച് ഓയിലും നല്ല നെയ്യും ഇത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ 5 ഏലക്കായ, 5 കറാമ്പു, ഒരു കഷ്ണം പട്ട. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴാട്ടോ അതൊക്കെ ഇടേണ്ടത്. എന്നിട്ട് പൊട്ടിയാൽ മാത്രമേ ഉള്ളൂ നെയ്ച്ചോറിന് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയൊരു ഉള്ളിയാണ് ഞാൻ അരിഞ്ഞ് അതിലേക്ക് ഇട്ടത്. ഉള്ളിൻ്റെ കളറ് ചേഞ്ച് ആവാൻ പറ്റില്ല. ചേഞ്ച് ആവുകയാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കളറ് കിട്ടില്ല. എന്നാൽ അത് അതിലിട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളത്തിൻ്റെ കണക്ക് ഈ അളവിന് ഞാൻ 2 ഗ്ലാസ് അങ്ങനത്തെ അരിയാണ് എടുത്തത്. അതപ്പോൾ ഡബിള് വെള്ളം ഒഴിക്കുക. നമ്മൾ ഏത് ഗ്ലാസ്സിനാണ് എടുക്കുന്ന അരി എന്ന് വെച്ചാൽ അതിൻ്റെ ഡബിള്. അപ്പം 4 ഒരു ഗ്ലാസിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വെച്ചാൽ നമുക്കൊരു ഉപ്പിക്കുന്ന ടേസ്റ്റ് വരില്ലേ, അത്രയും ഉപ്പിടണം. നല്ലോണം അരിയിലേക്ക് ഉപ്പ് പിടിക്കുക. ചോറ് വേകുമ്പോൾ ഉപ്പുണ്ടാവാം. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പം അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോഴൊന്നും മൂടി വെക്കരുത്. വെള്ളം നന്നായി തിളച്ച് അരി നന്നായി തിളച്ച് ഈ പാകമല്ലേ, അരി വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ സിമ്മാക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. എന്നാൽ കറക്റ്റ് വേവ് നമുക്ക് കിട്ടും. അടിപൊളി നെയ്ച്ചോറായിരിക്കും. പിന്നെ ഉള്ളി എന്തൊക്കെ വറുത്ത് കോരണ്ടിയിലേക്ക് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ മുളകിട്ട ചിക്കൻ പൊരിച്ചത്.